ദൂരത്തും ചാരത്തും ദേശത്തും വിദേശത്തും ഒക്കെയുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ പ്രാർത്ഥനയ്ക്ക് ആധാരമായ ഒരു ദൈവവചന ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇതൊരു മതത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ പ്രാർത്ഥനയല്ല. ലോകരാജ്യങ്ങളിൽ കഷ്ടം സഹിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സകല ജനത്തെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരം അരുളണമേ എന്നുള്ളതാണ്. ഹല്ലേലൂയ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. ഞെരുക്കങ്ങളില്ലാത്ത ഒരു കുടുംബങ്ങൾ പോലും ഇന്ന് ഭൂമിയിലില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും വിധത്തിൽ മനുഷ്യൻ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവളാണ്. അതിൻ്റെ നടുവിൽ നമുക്കൊരാശ്വാസമായി ആശ്രയമായി ആരോരുമില്ലാതെ വരുമ്പോൾ, നാം ഏത് മതത്തിലായിരുന്നാലും ഏത് ചിന്താഗതിക്കാരനായിരുന്നാലും നാം നമ്മെ തന്നെ നീതീകരിച്ചുകൊണ്ട് നാം ഈ സൃഷ്ടമായ ദൈവത്തോട് നമ്മുടെ പ്രശ്നങ്ങളെ അറിയിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളും ഒക്കെയുമായിരുന്നു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കേരളത്തിൽ കാലവർഷം അതിശക്തമായി പല സ്ഥലങ്ങളിലും പെയ്തിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ജീവഹാനിയില്ലാതെ, കർത്താവേ, നാശനഷ്ടങ്ങളില്ലാതെ, വെള്ളപ്പൊക്കങ്ങളോ ദുരിതങ്ങളോ സുനാമികളോ അതോടനുബന്ധമായി ഇടിവെട്ട്, കർത്താവേ, മിന്നലുകളും ആമീൻ അങ്ങനെയുള്ള കർത്താവേ മലവെള്ളപ്പാച്ചിലുകളൊന്നുമില്ലാതെ ഞങ്ങളുടെ കേരളത്തിൻ്റെ 14 ജില്ലകളെയും അവിടെ ആയിരിക്കുന്ന 3.25 കോടി ജനങ്ങളെയും തലമുറകളെയും എണ്ണത്തിൽപ്പെടാത്തവരെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും കർത്താവയോട് സൂക്ഷിക്കേണ്ടതിനായി യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ എപ്പോഴും നിസ്സഹായകനാണ്, ബലഹീനനാണ്. അവൻ്റെ ജീവിതത്തിൽ കർത്താവെ പലപ്പോഴും പരാജയങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ സഹായമറ്റവനായി കഴിയുന്ന ചില സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവെ, നീതിമാനായ ദൈവത്തോട് ഇന്ന് പകൽ കർത്താവെ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം എല്ലാ ജീവിതങ്ങളിലും വ്യാപരിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിനേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിത ദുഃഖങ്ങളുടെ നടുവിൽ കേരളത്തിലെ ജനത്തെയും ഭാരതത്തിലെ കർത്താവെ 29 സംസ്ഥാനങ്ങളിലായി 7 കേന്ദ്രപ്രദേശങ്ങളിലായി കർത്താവെ ഹല്ലേലൂയ 6 ലക്ഷത്തെ ഗ്രാമങ്ങളിലായി 145 കോടി ജനം കർത്താവെ കഷ്ടതയുടെ പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിലും കർത്താവെ അവർക്ക് ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുത്തുകൊണ്ട് കർത്താവെ അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ട് ദൈവത്തിൽ അകന്ന് ദൈവമായി യാതൊരു സമ്പർക്കങ്ങളുമില്ലാതെ കർത്താവെ പാപത്തിൻ്റെ അധീനതയിൽ വസിക്കുന്ന സകല ജനങ്ങളും വിവിധമായ നിലയിൽ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഞെരുക്കത്തിന് നടുവിൽ ആശ്വാസമറ്റവരായി മരണത്തോട് കർത്താവെ മല്ലടിക്കുന്ന അനവധി ജീവിതങ്ങളുണ്ട്. അവർക്കൊരു ആശ്വാസവും സമാധാനമായി കർത്താവെ അവരുടെ വിഷയങ്ങൾക്ക് നീതി വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലത്തിന്മേലും ഞങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തണമേ. കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിലായിരിക്കുന്ന അനവധി ജീവിതങ്ങളുണ്ട്. സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട്, സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങളുണ്ട്, മരണത്തെ മുഖാമുഖമായി കണ്ടുപോകുന്ന അനവധി ആളുകളുണ്ട്. അതിൻ്റെ നടുവിലൊക്കെയും കർത്താവെ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ. നമ്മുടെ ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന 7 ഭൂഖണ്ഡങ്ങൾക്കായി, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാതെ, നെറ്റ്വർക്കുകളില്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, ഹോസ്പിറ്റലുകളോ സ്കൂളുകളോ ഹല്ലേലൂയ വാഹനങ്ങളോ അതുപോലെ കർത്താവെ മറ്റ് യാതൊരു സൗകര്യമില്ലാതെ അനേക ജീവിതങ്ങൾ പാപത്തിൻ്റെ അധീനയിൽ വസിച്ച് ജീവിച്ച് കർത്താവെ സ്വയം നശിക്കുമ്പോൾ 800 കോടി ജനത്തിൻ്റെ രക്ഷയ്ക്കും വിടുതലുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എണ്ണത്തിൽപ്പെടാത്ത ഒരു വലിയ കൂട്ടം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഞങ്ങൾ നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. അവയെ സകല ജനങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്ക് ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിൻ്റെ ജനിക ധാർമ്മികതയിലകപ്പെട്ട് കർത്താവെ പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ് പിശാചിൻ്റെ അടിമകളായി, സാത്താൻ്റെ അടിമകളായി അനേക ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ ആശ്വാസമായി സമാധാനമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അത്ഭുതം ചെയ്യുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്.
കർത്താവേ, മനുഷ്യൻ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ അവന് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ കഷ്ടം സഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടക്കണിയാൽ കടന്നു പോകുന്നവർ, ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ, ഹല്ലേലൂയ, ക്ഷീരമേഖലയിലെ പരാജയങ്ങൾ, ഹല്ലേലൂയ, പൊതുമേഖലയിൽ വന്ന പരാജയം മുഖാന്തരം വിവിധ തലങ്ങളിൽ കഷ്ടം സഹിക്കുന്ന, സഹകരണ മേഖലയിൽ കഷ്ടം സഹിക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഭവനമില്ലാതെ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ, കയറിക്കിടക്കാൻ ഇടമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതുള്ള സ്ഥലവും വീടുമൊക്കെ ജപ്തി നടപടിക്കായി ആയി കിടക്കുന്ന കുടുംബങ്ങളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, അവരുടെ ആശ്വാസത്തിനായി, അതിൻ്റെ പരിഹാരത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും, വഴിയോര കച്ചവടക്കാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യവസായികളെയും, പലരും ജീവിതത്തിൽ തകർന്ന തരിപ്പണമായി ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ ഇന്ന് മകൾ കർത്താവെ, തകർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്കെല്ലാം ഒരു ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ കർത്താവെ, വിവിധമായ തളർച്ചകൾ നേരിടുന്ന സാഹചര്യങ്ങൾ, അതിൻ്റെ നടുവിലൊക്കെയും വിടിവിക്കണമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, കടലോരവാസികളെ, കായലോരത്തും കർത്താവെ, നദിയുടെ, പുഴയുടെ, ആറുകളിലെ, അരുവികളുടെ, തോടുകളിലെ കർത്താവെ, കനാലിൻ്റെ, കായലിൻ്റെ ആമയൊക്കെ അരികിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ കാലവർഷം കർത്താവെ, വെള്ളക്കെട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്ന് ജീവഹാനിയൊന്നും വരാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അടക്കം കർത്താവ് സൂക്ഷിക്കണമേ. ഈ മഴക്കാലത്ത് കർത്താവെ, കുണ്ടും കുഴി പിടിച്ച റോഡിലൂടെ ടൂ വീലറും 3 വീലറും 4 വീലൊക്കെ യാത്ര ചെയ്ത് കർത്താവെ, പലപ്പോഴും കുഴിയറിയാതെ വാഹനങ്ങൾ മറിഞ്ഞ അനവധി അപകടങ്ങൾ നേരിട്ട് അനവധി കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വർഷവും കർത്താവെ അപകടത്തിൽപ്പെട്ട സംഭവങ്ങളെ ഞങ്ങൾ ഓർക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കൊടുക്കേണ്ടതിനായി ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, ഞെരുക്കത്തിലിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കും. വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നുപോയിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, സ്ഥിരമായ ജോലി ലഭിക്കാത്തവർ, ജോലി പെർമനൻ്റായി തീരാത്തവർ, മാന്യമായ ശമ്പളം കിട്ടാത്തവർ, ഹല്ലേലൂയ, മരുഭൂമിയിൽ കഷ്ടം സഹിക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവെ, വിദേശ രാജ്യത്തിൽ നിന്ന് കബളിപ്പിക്കപ്പെട്ടവർ, വിവിധ കേസുകളിൽ ജയിലിൽ കിടക്കുന്നവർ, മോചനമില്ലാതെ ഭാരപ്പെടുന്നവർ, അവർക്കെല്ലാം ഒരു വിടുതലിനായി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വത്തെ അവിടുന്ന് വെളിപ്പെടുത്തി കർത്താവെ, ജനത്തിന് ആശ്വാസവും വിടുതലും ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയ അനേക സഹോദരിമാർ, വിവിധ തലങ്ങളിൽ പീഡ അനുഭവിക്കുന്ന, അടിമത്തം അനുഭവിക്കുന്നവർക്ക് നാട്ടിൽ കടന്നു വീഴാൻ കഴിയാതെ അവരുടെ പാസ്പോർട്ട് അടക്കമുള്ളത് കർത്താവെ പലയിടത്തും തടഞ്ഞു വെച്ച് ഭാരം അനുഭവിക്കേണ്ട സൗകര്യമാരുണ്ട്. അവർക്കും കർത്താവ് ഒരു വിടുതലും മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, വിദേശ രാജ്യത്ത് നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവർ, അതൊക്കെയും പുതുക്കി കിട്ടുവാൻ അവിടുത്തെ ഗവൺമെൻറ്റിനൊക്കെ ഇടപെടണമേ. നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരൊക്കെയും കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതിന് കർത്താവെ, തടസ്സമായി നിൽക്കുന്ന വിസയൊക്കെ എത്രയും പെട്ടെന്ന് ലഭ്യമാകുവാൻ അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെ ദൈവം ചെയ്തു കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന സകല ജനത്തെയും ഇന്ന് പകൽ കർത്താവെ അവിടുന്ന് ആശ്വാസം നൽകി മാനിച്ച് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവെ, ജനത്തിൽ സ്വസ്ഥത പകരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിനായി കടന്നുപോയവരുണ്ട്. ആഴ്ചകളിൽ നിന്നിരിക്കുന്ന മത്സ്യബന്ധനത്തിനായി കടന്നുപോയിരിക്കുന്നവർ, ചെറുതും വലുതുമായ വള്ളങ്ങളും കർത്താവെ, ബോട്ടുകളും കപ്പലുകളെയും ഒക്കെ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ആഴക്കടലിൽ മത്സ്യം പിടിക്കുന്നവരെയും കർത്താവെ, അതോടനുബന്ധം മത്സ്യബന്ധന എല്ലാ ജീവനക്കാരെയും, മത്സ്യവിപണക്കാരെയും എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും അവരും ദുരിതങ്ങളും ദുഃഖങ്ങളും ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ, കാലവർഷം വന്നു കഴിഞ്ഞാൽ അവരുടെ പണിയിലൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അവരൊക്കെ ഞെരുക്കത്തിലായിരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ദൈവം ഒരു പരിഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും പണിയെടുക്കുന്നവർ, തടിയോട് മല്ലടിക്കുന്നവർ, ചോര വിയർപ്പാക്കി ചോരതീരാക്കി പണിയെടുത്ത് അധ്വാനിക്കുന്ന അനവധി ആളുകളുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു നേരത്തെ ഉപജീവനത്തിനായി ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ കഷ്ടം സഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇന്ന് പകൽ ഓർക്കുന്നു. അവർക്കെല്ലാം ദൈവം ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ചോര വിയർപ്പാക്കി കൊണ്ടുവരുന്ന പൈസകൾ കർത്താവെ സ്വന്തം വീട്ടിലെത്താതെ സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ആഹാരമായി കൊടുക്കേണ്ട പൈസ വഴിയിൽ വെച്ച് കാർന്നെടുക്കുന്ന ദുഷ്ടശക്തികളായിരിക്കുന്ന ബീവറേജുകാരെയും കർത്താവെ, ഹല്ലേലൂയ, ബാർ ഉടമകളെയും അതുപോലെ കല്ല് ഷാപ്പ് ഉടമകളെയും കർത്താവ്, എല്ലാ ചൂതാട്ട കേന്ദ്രം, മയക്കുമരുന്ന് ശാലകളെയും ദൈവം സന്ദർശിക്കണമേ. അവരെ കർത്താവെ നീക്കം ചെയ്യണമായി പ്രാർത്ഥിക്കുന്നു. കഞ്ചാവും ചരസും കറുപ്പും ഹാഷിഷും ഹെറോയിനും ബ്രൗൺ ഷുഗർ അടക്കമുള്ള കർത്താവെ, ഹല്ലേലൂയ, വിവിധ കർത്താവെ ഓയിലുകളും ഗുളികകളും വിധമായ ലൈനുകളൊക്കെ കർത്താവെ കുടിച്ച് ഹല്ലേലൂയ സുബോധം നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അതിലൊക്കെ ഒരു മോചനത്തിനാദ്യം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
ഭാവിയിൽ ലഹരിക്ക് അടിമയായ എത്രയോ കുടുംബങ്ങളാണ് ഛിന്ന ഭിന്നമായി കുടുംബജീവിതം തകർന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളില്ലാതെ എത്രയോ ഡിവോഴ്സിൻ്റെ കേസുകൾ കേരളത്തിൽ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കർത്താവേ, അതിൻ്റെ ഒരു അറുതി വരുവാൻ മനുഷ്യൻ പരസ്പരം സ്നേഹത്താലും സന്തോഷത്തോടും ജീവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ കുടുംബങ്ങളെല്ലാം കർത്താവ് യഥാസ്ഥാനപ്പെടുത്തണമേ. ഒറ്റപ്പെട്ടു പോയി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ നിരാശരായി മാറാതെ അല്ലെങ്കിൽ അവർ മാതൃപിതൃ സ്നേഹം അനുഭവിക്കുന്നവരായി തീരുവാൻ, അവരുടെ ജീവിതത്തിൽ നിരാശരായി മാറുവാൻ ഇടയാകാതെ കർത്താവ് അതിനെല്ലാം മറുപടി കൊടുക്കുവാൻ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക്, മക്കൾക്കും മരുമക്കൾക്കും വേണ്ടാതെ, സ്വന്തം കുടുംബക്കാർക്ക് സഹോദരങ്ങൾക്കും വേണ്ടാതെ ഓർഫണേജിൽ കർത്താവിയാക്കിയിരിക്കുന്ന അനവധി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ വഴിയോരത്ത് മുനിസിപ്പാലിറ്റിയും വലിച്ചെറിഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ചോര കുഞ്ഞുങ്ങളെ പോലും വേണ്ടാതെ വലിച്ചെറിഞ്ഞ് കർത്താവെ വോൾട്ടേജുമിൽ കഴിയുന്ന ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. കർത്താവെ അമ്മത്തൊട്ടിൽ കഴിയുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്കെല്ലാം ദൈവമേ സമാധാനം, സന്തോഷവും സ്വസ്ഥതയും കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യ നടുവിൽ ആരോരുമില്ലെങ്കിലും കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവ് ആശ്വാസദായകനായി അവരുടെ ഞെരുക്കങ്ങളുടെ നടുവിൽ കർത്താവെ അവർക്ക് ഹൃദയവിശാലത കൊടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ നിരാശകളെ ദുഃഖങ്ങളെ ഒക്കെ നീക്കാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ചാരിറ്റി വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അനവധിയുണ്ട്. ഓർഫനേജുകൾ നടത്തുന്നവരുണ്ട് കർത്താവെ, ഓൾട്ടേജ് ഹോമുകൾ നടത്തുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും കർത്താവ് കൊടുക്കണമേ. അവർക്ക് വേണ്ടുന്ന പ്രവൃത്തികളെ ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും രാലും വൃത്തരും അശ്വരനും യാചകരും ഓർഫനേജിലും വോൾട്ടേജ് ഹോമിലും ജുബൈൽ ഹോമിൽ തടവറയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് നിരാശരായി ദുഃഖരായി കർത്താവെ കടക്കണിയിൽ അകപ്പെട്ട് ക്രിമിനൽ കേസിൽ അകപ്പെട്ട ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് അനവധി ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിലും കർത്താവെ ഒരു ആശ്വാസം സമാധാനം ജനത്തിന് കൊടുക്കണമേ. ആശ്വാസദായകനായിരിക്കുന്ന കർത്താവെ സകല ജനങ്ങളും വിവിധ നിലകളിൽ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഞെരുക്കത്തിലിരിക്കുന്ന ജനത്തിന് വേണ്ടി ഇന്ന് പകൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യേണ്ടതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണുനീരിൻ്റെ കർത്താവെ കാണുന്ന ദൈവം, കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവമേ, ലോകമെമ്പാടുള്ള ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന സകല ജനത്തെയും വലിയവരെയും ചെറിയവരെയും എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, അവർക്കെല്ലാവരും ആശ്വാസം സമാധാനം മാനസാന്തരം കൊടുക്കണമേ. മനുഷ്യൻ തങ്ങളുടെ പാപത്തിൽ അകപ്പെട്ട് കർത്താവെ പാപം മുഖാന്തരം ജീവിതത്തിൽ വിവിധമായ ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും കർത്താവെ അനവധി ആളുകൾ അനുഭവിച്ച് ജീവിതത്തിൽ വിടുതലില്ലാത്ത മഹാരോഗികളായി മാറുമ്പോൾ ഇന്ന് പകൽ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. മനുഷ്യൻ്റെ ശരീരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത രോഗങ്ങൾ, തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവി വേദന, ടോൺസൈസ്, തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെ തലയുടെ ബെടലിയൊക്കെ ബാലൻസ് തെറ്റിയവർ, മൂക്കിൽ ദശ വളരുന്നൊരു മോണ സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹാർട്ടിൻ്റെ ലെൻസിൻ്റെ ലിവർ സംബന്ധമായ രോഗങ്ങൾ, വിവിധ സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ, സർജറിക്കായി വിധേയപ്പെട്ടവരും ഇപ്പോൾ സർജറിയോട് ബന്ധത്തിലായിരിക്കുന്നവർ, ഐസിയുലും വെന്റിലേറ്ററിലായിരിക്കുന്നവർ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, ഓട്ടിസം രോഗത്താൽ ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഉദര സംബന്ധമായ യൂട്രസ് സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകളും പേശികളിലും വ്യാപരിക്കുന്ന രോഗങ്ങൾ, എല്ലാ ബ്ലഡ് ക്യാൻസറുകൾ കർത്താവ്, എല്ലാ ബോൺ ക്യാൻസറുകളും, എല്ലാ മജ്ജ സംബന്ധമായ ക്യാൻസറും കർത്താവ്, എല്ലാ ബ്രസ്റ്റ് ക്യാൻസറുകളും, വിവിധ നിലകളിൽ ക്യാൻസർ മനുഷ്യ ശരീരത്തെ കാർത്തതിന് പോൽ അവർക്കൊക്കെയും ഒരാശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ക്ഷയരോഗവും കുഷ്ഠരോഗവും അടക്കം ഹല്ലേലൂയ വിവിധമായ മാരകമായ രോഗത്താൽ കടന്നു പോകുന്നവരുണ്ട്. അവരോടൊക്കെ ദൈവം കരുണ കാണിക്കണമേ. ശിരസ്സൂട്ട് ഉള്ളങ്കാൽ വരെ എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകളിലും വേശികളിലും രക്തധമനികളിലും ഒക്കെ വിവിധ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകൾ ഇന്ന് പകൽ കർത്താവെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബജീവിതം തകർന്നവരെ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ, അവരുടെ എല്ലാം നന്മയ്ക്കും വിടുതലും ആശ്വാസത്തിനുമായിട്ടും പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും പാപം നിറഞ്ഞ ജീവിതത്തിൽ എപ്പോഴും ശാപങ്ങൾ, അത് മുഖാന്തരം ഉണ്ടാകുന്ന ബന്ധനങ്ങൾ, ഹല്ലേലൂയ, പോരുകൾ, അത് മുഖാന്തരമുള്ള കഷ്ടതയിൽ നിന്നൊക്കെയും വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം സ്വസ്ഥതയിലേക്ക് വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിനായി അധികാരികൾക്കായി, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിൽ ആയിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന രംഗത്തായി പോലീസ്, വിവിധ സെക്ഷനുകൾക്കായി, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ,
ആമി ഞങ്ങളുടെ എക്സൈസ് ഫോറസ്റ്റ് കർത്താവെ, അതുപോലെ തന്നെ ആമി ആ ഒരു ഫയർഫോഴ്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആമി ഞങ്ങളുടെ കോസ്റ്റ് ഗാർഡ് കർത്താവെ, രാവും പകലും അധ്വാനിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലുമായിരിക്കുന്ന അധികാരികളൊക്കെയും ഞെരുക്കങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. കർത്താവ് അവർക്കെല്ലാം ആശ്വാസവും സമാധാനം കൊടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായി യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ അടിനേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾക്ക് കർത്താവെ ഇന്ന് പകൽ ഒരു ആശ്വാസത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമേ. കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ. വിവിധമായ പ്രതിസന്ധികൾ കൊണ്ട് ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അനവധി യുവാക്കന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ഒരു മാനസാന്തരം കൊടുക്കണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല. ആത്മഹത്യ കൊണ്ട് ഒരു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നില്ല. മനുഷ്യൻ്റെ ജീവിതം ആത്മഹത്യ കൊണ്ട് നിത്യമായി നരകത്തിലേക്കാണെന്ന് തിരിച്ചറിവുണ്ടായി. ഹല്ലേലൂയ. മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും ഒരാശ്വാസവും സമാധാനവും കർത്താവ് കൊടുക്കേണ്ടതിനായി യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അഴിമതി കരിജത്തെ പിടിച്ചുവെപ്പും കർത്താവെ പുകഴ്ത്തിവെപ്പും ആമെ കൈക്കൂലി തുടങ്ങിയ ഹല്ലേലൂയ അനവധി സംഭവങ്ങൾ കർത്താവെ പെരുവും കൊള്ളയും കൊള്ളിവെപ്പും കൊലയും ആമീൻ രാഷ്ട്രീയ പ്രതികാരങ്ങളും രാഷ്ട്രീയ വൈരാഗ്യങ്ങളും അനവധി ആളുകളുടെ രക്തം ചൊരിയിച്ചു കൊണ്ടിരിക്കുന്ന അധാർമികത കൊണ്ട് ആമയുടെ കേരളം ഭാരതം നിറയുമ്പോൾ യുദ്ധങ്ങളും യുദ്ധസ്മൃതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളടക്കം മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന, മനുഷ്യ ജീവനെ തകർത്തുകളും മനുഷ്യൻ ഞെരുക്കത്തിലേക്കാക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് കർത്താവേ ഞങ്ങളുടെ രാജ്യവും രാഷ്ട്രങ്ങൾ ഞങ്ങളുടെ ജനം വിടുവിക്കപ്പെടണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമി എല്ലാ ഭൂമാവികളെയും സ്ത്രീമാവികളെയും എല്ലാ ബ്ലേഡ് മാവികളെയും എല്ലാ പൊള്ള പലിശക്കാരെയും ഹല്ലേലൂയ എല്ലാ ചൂതാട്ടക്കാരെയും ഹല്ലേലൂയ സ്തോത്രം ദൈവം സന്ദർശിക്കണമേ. എല്ലാ സദാചാരവും സാമൂഹ്യ വിരുദ്ധരെ എല്ലാ ഗുണ്ടാസങ്ങളെയും കൊട്ടേഷങ്ങളെയും ദൈവം സന്ദർശിക്കണമായി. ഇവരെല്ലാം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഹല്ലേലൂയ കർത്താവേ അതിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ മുഖാന്തരം അനവധി കുടുംബങ്ങൾ വിവിധമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവേ ഒരു മോചനത്തിനായി ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ ജനത്തിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ. ജനത്തിന് വേണ്ടി ദൈവം വിടുതലയിക്കണമേ. കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന ആമീൻ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനത്തെ ഓർത്തുന്ന പകലടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ മഹത്വം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ പുതിയ സ്കൂൾ വർഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സൂക്ഷിക്കണമേ. ആമി 2 വീലും 3 വീലും 4 വീലും ഒക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്, ഹെവി വാഹനം ഓടിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കരയിലും കടലും ആകാശത്തിലും വാഹനം ഓടിക്കുന്നവരുണ്ട്. പലപ്പോഴും കർത്താവേ സുബോധം നഷ്ടപ്പെട്ട് ലഹരിക്ക് അടിമകളായി വാഹനം ഓടിച്ച് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന, അനർത്ഥങ്ങൾ സംഭവിക്കുന്ന അനവധി സംഭവങ്ങൾ അത് മുഖാന്തരം അനേക ജീവിതങ്ങളും കുടുംബങ്ങളും ഞെരുക്കത്തിലേക്ക് കടന്നു പോകുന്നു. ഞങ്ങളുടെ കർത്താവേ റോഡിൽ കൂടെ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ ആമി സൈക്കിളിൽ പോകുന്നവരുണ്ട്, 2 വീലിൽ പോകുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് സൂക്ഷിക്കണം. മുൻകാലങ്ങൾ ഒരുപാട് അനവധി നിരവധിയായ പ്രതിസന്ധികൾ, അപകടങ്ങൾ, അനവധി കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ, ജീവിതങ്ങളെ തകർത്ത് കളഞ്ഞ അനവധി സംഭവങ്ങളെ ഇന്ന് പകൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ജനത്തിൻ്റെ കണ്ണുനീർ തുടയ്ക്കണമേ. പൊതുമേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും തുടർന്ന് എല്ലാ ജീവനക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വ്യവസായ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാർഷിക മേഖലയെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് ഒരാശ്വാസവും സമാധാനവും ഒക്കെ കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകലത്തിലും ഉന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ ഇന്ന് പകൽ കർത്താവേ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിപ്പാൻ ഈ ജനത്തിന് ആത്മീയ കണ്ണുകൾ തുറക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനവധി കുടുംബങ്ങൾ ഞെരുക്കത്തിലാണ്, ആമി ഇടുക്കത്തിലാണ്, കർത്താവേ പരാജയത്തിലാണ്, കഷ്ടതയിലാണ്, ദാരിദ്ര്യത്തിലാണ്. അതൊക്കെ മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനവധി ആളുകൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ഹല്ലേലൂയ. അതുപോലെ കൺസ്ട്രക്ഷൻ രംഗത്ത് പണിയെടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മഴക്കാലത്ത് കർത്താവേ ഉയരമുള്ള കെട്ടിടങ്ങളൊക്കെയും കയറി അവർ വളരെ ആമെ പ്രതിസന്ധിയിലൂടെ ജോലി ചെയ്യുന്നവരാണ്. ആമെ പലപ്പോഴും അവർ ജീവൻ അപകടത്തിലേക്ക് പോകുന്ന നിലയിലൂടെ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നു. അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മോചനം കൊടുക്കണമേ. ആമെ സുബോധത്തോടെ അവരൊക്കെ ചെയ്തെടുപ്പാൻ അനർത്ഥമൊന്നും വ്യസനത്തിന് കാരണമായി തീരാതെ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സൂക്ഷിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ നാളുകളായി കിടക്കയിലായിരിക്കുന്നവരുണ്ട്,
ജന്മനാ വൈകല്യമുള്ളവരുണ്ട്. മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽപ്പാൻ കഴിയാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയില്ലാതെ ആയിരിക്കുന്ന അങ്ങനെയുള്ളവരെയൊക്കെ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം അനേക മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ ഞെരുക്കം അനുഭവിക്കുന്നുണ്ട്. കർത്താവേ, അങ്ങനെ ഞെരുക്കം അനുഭവിക്കുന്ന സകല ജനത്തിൻ്റെയും വിടുതലാടിയും പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അറിയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് പകൽ കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളിലുള്ള 800 കോടി ജനത്തിനായി കർത്താവേ, ഇന്ന് പകൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഏതായിരുന്നാലും, ഏത് പ്രശ്നമായിരുന്നു, ഏത് ഞെരുക്കമായിരുന്നാലും അതിൻ്റെ നടുവിൽ ഒരു ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുവാനായിട്ട് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ഉപരിപഠനത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. അതിനും കർത്താവെ, മാതാപിതാക്കളൊക്കെ ഞെരുക്കം അനുഭവിക്കുന്ന അനവധി സംഭവങ്ങൾ. അതിൻ്റെ നടുവിലൊക്കെ കർത്താവെ ഒരു വിടുതലും ഒരാശ്വാസവും സമാധാനം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, ലോകമെമ്പാടുള്ള ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിനായി പ്രാർത്ഥിക്കുകയാണ്, ഹൈന്ദവ സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു, ഇസ്ലാമിക സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബുദ്ധമതക്കാരെയും ജൈനമതക്കാരെയും വിവിധ മതസ്ഥരായിരിക്കുന്ന എല്ലാ ജനത്തെയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മതത്തിന് പേരിലും രാഷ്ട്രീയത്തിന് പേരിലും നടക്കുന്ന കൊലപാതകങ്ങൾ, അരാജകത്വം നിറഞ്ഞ രാഷ്ട്രീയങ്ങൾ, കൊലപാതക രാഷ്ട്രീയങ്ങളെല്ലാം മാറ്റിവെച്ച് മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും സഹോദരന്മാരെ പോലെ സ്നേഹിപ്പാൻ, ഹല്ലേലൂയ. കർത്താവെ, ജനത്തിന് കൃപ കൊടുക്കണമേ. രക്തം ചൊരിയിച്ച് കുടുംബങ്ങൾക്കകത്ത് കണ്ണുനീര് കൊടുത്ത് സഹോദരന്മാരെ കൊന്നൊടുക്കി, സഹോദരിമാരെ കൊന്നൊടുക്കി, രാഷ്ട്രീയത്തിന് വേണ്ടി അധികാരത്തിൻ്റെ കസേരയിരുന്ന് അധികാരം കൈയാളുന്ന അധികാരമോഹികളെ, ഈ രാഷ്ട്രീയ ഓമരങ്ങളൊക്കെ ദൈവം സന്ദർശിക്കണമേ. എല്ലാ മത, സാമൂഹിക, സാംസ്കാര, ചലച്ചിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവരെയും സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരടക്കമുള്ളവരെ ദൈവം സന്ദർശിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. മതത്തിൻ്റെ പേരിൽ വളർത്തിയെടുക്കുന്ന എല്ലാ തീവ്രവാദങ്ങളും, ഭീകരവാദങ്ങളും, വർഗീയവാദങ്ങളും എല്ലാം ദൈവം നീക്കേണ്ടനായി പ്രാർത്ഥിക്കുന്നു. ജനസുബോധത്തിൻ്റെ ആത്മാവിലേക്ക് മടങ്ങി വരുവാൻ, ജനം കർത്താവെ പരസ്പരം സ്നേഹിപ്പാൻ, ഹല്ലേലൂയ. ജാതി ചോദിക്കാതെ, മതം പറയാതെ, പരസ്പരം രക്തബന്ധങ്ങളെ പോലെ ചേർത്ത് ജീവിക്കുന്ന ഒരനുഭവം കർത്താവെ ഞങ്ങളുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ ഉണ്ടാകുവാനടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന വിധത്തിലുള്ള ജടികമായ ജീവിതങ്ങൾ, കൊലപാതകങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും മൃഗീയമായി ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് കൊല്ലുന്ന അനുഭവങ്ങൾ, കാമുകന്മാർ ഭൂമി ജീവിക്കാൻ വേണ്ടി, സുഖിക്കാൻ വേണ്ടി എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അനാഥമാക്കി കടന്നു പോകുന്നത്. ഭ്രൂണഹത്യ പെരുകുമ്പോൾ അതിൻ്റെ നടുവിൽ എത്രയോ കൊലപാതകങ്ങൾ ഓരോ സ്ഥലങ്ങളിലും, ഓരോ രാജ്യങ്ങളിൽ നടക്കുന്നു. അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ ജനം വിടുവിക്കപ്പെടുവാൻ, മോചനം പ്രാപിപ്പാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സകല ഹീനമായി പ്രവർത്തിക്കും ന്യായവിധി നാളിൽ, ഹല്ലേലൂയ, കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ. മനുഷ്യൻ മരിച്ചാൽ, ഹല്ലേലൂയ, മരണാനന്തര ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതം നരകവും സ്വർഗവും ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ മരണാനന്തരം നിത്യമായി നരകത്തിലേക്ക്, നരകക്കടലിലേക്ക് പോകാതെ മനുഷ്യൻ ഭൂമിയിൽ വെച്ച് തന്നെ നീതീകരിക്കപ്പെട്ട, ഹല്ലേലൂയ, ദൈവത്തോട് കർത്താവേ, ഹല്ലേലൂയ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തോട് മടങ്ങി വന്ന് മനുഷ്യൻ്റെ മരണാനന്തര ജീവിതം നിത്യമായ സ്വർഗത്തിൽ സ്വർഗീയ ദൂതന്മാരോടൊപ്പം ആയിരിക്കാൻ കോടാനുകോടി ദൂതന്മാരും ഗരുവുകളും സാറാവുകളും വിശുദ്ധന്മാരും അടങ്ങിയ ആ വലിയ സംഘം, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ നിത്യതയിൽ സകല ജനങ്ങളെ കാണുവാൻ, ഹല്ലേലൂയ, അടിയും പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും എത്രമാത്രം അപകടങ്ങളാണ്, അനർത്ഥങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം വലിയ വെല്ലുവിളികളാണ് മനുഷ്യൻ നേരിടുന്നത്. അത് മുഖാന്തരം എത്രയോ ഞെരുക്കങ്ങളാണ്, ഹല്ലേലൂയ, മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളിലൊക്കെയും ദൈവമേ വിടുവിക്കണമേ, ജനത്തിന് ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തകർച്ചകളും മാറട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറി, ഹല്ലേലൂയ, ആശ്വാസദായകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം സകല ജനത്തിലും പകരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവിയെ മനോവിഷമത്തോടെ കടന്നു പോകുന്നവരുണ്ട്, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹം പ്രായം കഴിഞ്ഞു നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ ഒക്കെയായിരിക്കുന്നവർ, അവർക്കെല്ലാം കർത്താവ് ആശ്വാസവും സമാധാനവും, അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം, അവരുടെ ഞെരുക്കങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കണമേ. ജനം കടന്നു പോകുന്ന സകല പ്രതിസന്ധികളെയും ഇന്ന് പകൽ അതിജീവിക്കാനുള്ള കൃപ എല്ലാ ജനത്തിൻ്റെയും പകരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ കാലവർഷം കർത്താവിയെ ദോഷങ്ങളില്ലാതെ ദിവാനില്ലാതെ സൂക്ഷിക്കണമേ, സകലത്തിന്മേലും നീതി വെളിപ്പെടുത്തണമേ. ലോകമെമ്പാടുള്ള ജനത്തെ ഒരു കുടിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.